ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠന അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന ലെവൽ 1 കോഴ്സിൻ്റെ 11ാം സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിലേക്ക് നിങ്ങളേവരെയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിൻ്റെ പുത്രന് സ്വർണത്തിൻ്റെ ഒരു താഴ്വാരം തന്നെ ഉണ്ടാവുകയാണെങ്കിൽ 2 താഴ്വര ഉണ്ടാകുവാൻ അവൻ തീർച്ചയായും ആഗ്രഹിക്കും. മണ്ണല്ലാതെ അവൻ്റെ വായ നിറയ്ക്കുകയില്ല. എന്നിരുന്നാലും തൗബ ചെയ്യുന്നവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ബുഖാരി, മുസ്ലിം. ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ബൗദ്ധ്യത്തോടല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ആർത്തിയാണ്. മരണമല്ലാതെ അവൻ്റെ വായ നിറയ്ക്കുകയില്ല എന്ന് സാരം. മരണം വരെ ആർത്തി അവനിലെ നിക്ഷിപ്തമാണെന്ന് ചുരുക്കം. എന്നിരുന്നാലും അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പൊറുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. സൂറത്ത് ഫലക്ക്. ഫലക്ക് പറഞ്ഞാൽ പുലരി. ഖുർആനിലെ 113ാമത്തെ സൂറത്താണ് സൂറത്ത് ഫലക്ക്. സെഷൻ്റെ ആദ്യ ഭാഗമായ അറബി സംസാര ഭാഷ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതികൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുമ്പോഴോ ഒരാളുടെ മരണവാർത്ത അറിയുമ്പോഴോ മറ്റ് അനിഷ്ട സംഭവങ്ങൾ, അനിഷ്ട കാര്യങ്ങൾ കേൾക്കുമ്പോഴോ പറയേണ്ടുന്ന കാര്യമാണ്. ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഇന്ന നിശ്ചയമായും, ഇന്ന അധികം ന നഹ്നു എന്ന പദം വന്നാൽ ഇന്ന നിശ്ചയമായും നമ്മൾ, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാവുന്നു, വ ഇന്ന നിശ്ചയമായും നമ്മൾ, ഇലൈഹി ഇലൈഹി ഇലാധികം ഹുവ ഇലൈഹി അവനിലേക്ക്, റാജിഊൻ മടങ്ങുന്നവരാകുന്നു. ഇന്ന ലില്ലാഹി ഇന്ന നിശ്ചയമായി നമ്മൾ, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാകുന്നു. രണ്ടാമത്, സഹായം അഭ്യർത്ഥിക്കേണ്ടത് ആരോടാണെന്ന് സ്വമേധയോ മറ്റുള്ളവരോട് ഉണർത്തുമ്പോഴോ ചൊല്ലേണ്ടത്. വല്ലാഹു അള്ളാഹുവാണ്. അൽ മുസ്തആൻ. നസ്തഈൻ പറഞ്ഞാൽ സഹായം തേടുന്നു. നസ്തഈൻ നമ്മൾ പഠിച്ചാണ്. മുസ്തഈൻ സഹായം തേടുന്നവൻ. മുസ്തഈൻ സഹായം തേടുന്നവൻ. മുസ്തആന സഹായം തേടപ്പെടേണ്ടവൻ. വല്ലാഹു മുസ്തആൻ അള്ളാഹു ആണ് സഹായം തേടപ്പെടേണ്ടവൻ എന്നാണ് നമ്മൾ അവരെ ഉണർത്തേണ്ടത്, സ്വമേധയാ നമ്മൾ പറയേണ്ടത്. അപ്പോൾ സഹായം നൽകുവാൻ അള്ളാഹു മാത്രമാണ് എന്നാണ് അതിൻ്റെ സാരം. ഇന്ന് അറബി സംസാര ഭാഷ പഠിക്കാനുള്ളത് അഹ്ലൻ വ സഹ്ലൻ വ മർഹബൻ. അഹ്ലൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം. സഹ്ലൻ എന്ന് പറഞ്ഞാലും, അഹ്ലൻ വ സഹ്ലൻ എന്ന് പറഞ്ഞാലും സ്വാഗതം തന്നെ അർത്ഥം, വെൽക്കം. വ മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം. പക്ഷെ പലപ്പോഴും സന്ദർഭത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് പറയാറുണ്ട് അഹ്ലൻ വ സഹ്ലൻ, വെൽക്കം വെൽക്കം, നിങ്ങൾക്ക് സ്വാഗതം. ചിലർ പറയും അഹ്ലൻ വ സഹ്ലൻ വ മർഹബൻ, നിങ്ങൾക്ക് സ്വാഗതം എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ പ്രത്യേകമായിട്ട് ഈ പദങ്ങളെ നമ്മൾ തിരിച്ച് അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ, അഹ്ൽ പറഞ്ഞ കുടുംബം, സഹൽ പറഞ്ഞ എളുപ്പം, ഈസി, സഹല്. അഹ്ലൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ഒരു അംഗം, ഒരു ഭാഗം, കുടുംബത്തിൽ അംഗമാകുക, അഹ്ലൻ. സഹലൻ പറഞ്ഞാൽ സൗഖ്യമുണ്ടാവുക, ക്ഷേമമുണ്ടാവുക എന്നർത്ഥം. അപ്പോൾ അഹ്ലൻ വ സഹലൻ വ മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ്. അഹ്ല് കുടുംബം, സഹല് എളുപ്പം. അഹ്ലൻ കുടുംബത്തിൻ്റെ അംഗമാകുക, അല്ലെങ്കിൽ ഒരു അംഗം. സഹലൻ സൗഖ്യമുണ്ടാവുക, ക്ഷേമമുണ്ടാവുക, ഐശ്വര്യമുണ്ടാവുക എന്നെല്ലാം അർത്ഥമുണ്ട്. രണ്ടാമത്തെ ഭാഗമായ വ്യാകരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ മാലി പഠിച്ചു, പൂർണ്ണകാലം, അത് പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഫഅല അവൻ ചെയ്തു, ഫഅലു അവർ ചെയ്തു, ഫഅൽത നീ ചെയ്തു, ഫഅൽതും നിങ്ങൾ ചെയ്തു, ഫഅൽതു ഞാൻ ചെയ്തു, ഫഅൽന ഞങ്ങൾ ചെയ്തു. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. പിന്നെ ഫിൽ മുളാരിഅ അപൂർണകാലം. നമ്മൾ അപൂർണകാലം പറയുമ്പോൾ ശബ്ദവും കൈയും അല്പം ഉയർത്തണം. യഫ്അലു അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. യഫ്അലൂൻ അവർ ചെയ്യുന്നു.
തഫ്അലു നീ ചെയ്യുന്നു, തഫ്അലൂൻ നിങ്ങൾ ചെയ്യുന്നു, അഫ്അലു ഞാൻ ചെയ്യുന്നു, നഫ്അലു ഞങ്ങൾ ചെയ്യുന്നു. ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, രണ്ടിനും നമുക്ക് പറയാം. യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. ഫിൽ അംർ കൽപ്പന ക്രിയ. ഇഫ്അൽ നീ ചെയ്യൂ, നീ ചെയ്യുക. ഇഫ്അലു നിങ്ങൾ ചെയ്യൂ. ലാ തഫ്അൽ നീ ചെയ്യരുത്. ലാ തഫ്അലു നിങ്ങൾ ചെയ്യരുത്. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രവൃത്തി ചെയ്യുന്നവൻ ഫായിൽ, പ്രവർത്തിക്കുന്നയാൾ, അത് കർത്താവ്, സബ്ജക്റ്റ്. പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്ന് പറയുന്നു, കർത്താവ് എന്ന് പറയുന്നു. അതിന് അറബിയിൽ ഫാഇൽ എന്ന് പറയുന്നു. പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾ മഫ്ഊൽ. പ്രവൃത്തിയെ ഫഅൽ എന്ന് പറയുന്നു. ഫിഅൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തനത്തെ എന്ത് പറയുന്നു? പ്രവൃത്തിയെ ഫഅൽ. ഫാഇൽ മഫ്ഊൽ ഫഅൽ. എങ്ങനെയാണ് TPI ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ, പൂർണ്ണ ശാരീരിക പങ്കാളിത്ത പഠന രീതി. അതാണല്ലോ നമ്മുടെ ഈ വ്യാകരണത്തിൻ്റെ പ്രത്യേകത. ചിന്തിക്കുക, കാണുക, കാണിക്കുക, പറയുക, അനുഭവിക്കുക. അപ്പോൾ TPIയുടെ നിർദ്ദേശങ്ങൾ എന്താണ്? കലയും സാങ്കേതിക വിദ്യയും മറ്റു വിജ്ഞാനങ്ങളും മുസ്ലിംകൾ ലോകത്തിന് നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ചരിത്രം പഠിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഇന്ന് നേരെ വിപരീതമാണ്. നാം ഖുർആനെ കൈവിടിഞ്ഞു, അത് തന്നെ കാരണം. അതിനാൽ കൊടുക്കാൻ ഓർക്കുക, എന്തും നമ്മൾ പരസ്പരം നൽകാൻ, മറ്റുള്ളവർക്ക് നൽകാൻ ഓർക്കുക. ഫാഇൽ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നവൻ, ഫാഇൽ എന്താ അർത്ഥം? പ്രവർത്തിക്കുന്നവൻ എന്ന് പറയുമ്പോൾ വലത് കൈ കൊണ്ട് മുഷ്ടി ചുരുട്ടി നിങ്ങൾ കൊടുക്കുന്നത് പോലെ കാണിക്കുക. ഫാഇൽ എന്തോ പ്രവർത്തിക്കുന്നു, കൊടുക്കുന്ന ആളാണത്, ഫായിലാണത്. അതെന്ത് ചെയ്യുന്നു? നൽകുന്നു, കൊടുക്കുന്നു. മഫൂൽ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയുടെ ഫലം ഏറ്റവൻ, കർമ്മം, ഒബ്ജക്റ്റ്. ഇടത് കൈ കൊണ്ട് നിങ്ങൾ എന്തോ വാങ്ങുന്നത് പോലെ കാണിക്കുക, അത് സഹായം ലഭിക്കുന്നു. ഫായിൽ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന പോലെ പ്രവൃത്തി ചെയ്യുന്നവനാണ്, നൽകുന്നവൻ ഫായിൽ. മഫൂലോ സ്വീകരിക്കുന്നവൻ, കർമ്മം, ഒബ്ജക്റ്റ്, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവൻ എന്ന് കാണിക്കുക. ഫേൽ എന്ന് പറയുമ്പോൾ കൈമുഷ്ടി ചുരുട്ടി ഉയർത്തി പ്രവൃത്തിയുടെ ശക്തി പ്രകടിപ്പിക്കുന്ന പോലെ കാണിക്കുക. ഇതേപോലെ മുഷ്ടി ചുരുട്ട് ഫായിൽ, വലത് കൈ, ഇടത് കൈ, മഫൂൽ ഫേൽ. ഫായിൽ മഫൂൽ ഫേൽ, ഫായിൽ മഫൂൽ ഫേൽ. ഒരിക്കൽ കൂടെ ഫായിൽ മഫൂൽ ഫേൽ. ഇനി നമ്മൾക്ക് ഫായിൽ മൂലം എടുക്കുക. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. ശബ്ദം കൂട്ടണം, കൈ ഉയർത്തണം. യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു. ഫാഇൽ മഫ്ഊൽ ഫേൽ. നമ്മൾ ഫാഇൽ എന്നതിൻ്റെ ഇപ്പോൾ മുസ്ലിം എന്ന പദത്തിന് ബഹുവചനം എങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ ഓർക്കുന്നുണ്ടോ? പുല്ലിംഗ ബഹുവചനം മുസ്ലിമൂൻ അല്ലെങ്കിൽ മുസ്ലിമീൻ. മുസ്ലിം എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ മുസ്ലിമത്ത്, ബഹുവചനം മുസ്ലിമാത്ത്, മുസ്ലിമാത്ത്. അപ്പോൾ മുസ്ലിം, മുസ്ലിമൂൻ ഒരു മുസ്ലിമീൻ. ഫാഇൽ പ്രവൃത്തി ചെയ്യുന്നവൻ, അതിൻ്റെ ബഹുവചനം എങ്ങനെ ഉണ്ടാക്കാം? ഇതുപോലെ ഫാഇലൂൻ ഫാഇലീൻ, പ്രവൃത്തി ചെയ്യുന്നവർ. ഒന്നുമില്ല ഫാഇലൂൻ അല്ലെങ്കിൽ ഫാഇലീൻ. മഫൂല് പ്രവൃത്തി ഫലം അനുഭവിച്ചവൻ, കർമ്മം. മഫൂലൂൻ മഫൂലീൻ. ഹുവ ഫഅല, ഹിയ ഫഅലത്ത്. ഹുവ യഫ്അലു അവൻ ചെയ്യുന്നു, ഹിയ തഫ്അലു. അന്ത തഫ്അൽ ഹിയ തഫ്അൽ. സ്ത്രീലിംഗം പഠിക്കുമ്പോൾ പറയും അന്ത തഫ്അൽ നീ ചെയ്യുന്നു, ഹിയ തഫ്അൽ അവൾ ചെയ്യുന്നു. രണ്ട് ഒരേ പദമാണ് വരുന്നത്. ഇനി പ്രധാന അഭ്യാസമായ മൂന്നാം ഭാഗത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൂറത്ത് ഇഖ്ലാസ് ആണ്. റഹീം. കുൽ ഹുവല്ലാഹു അഹദ്. കുൽ പറയുക, ഹുവ അവൻ, അല്ലാഹു അല്ലാഹു, അഹദുൻ ഏകനാകുന്നു. കുൽ ഹുവല്ലാഹു അഹദ് പറയുക, അത് അല്ലെങ്കിൽ അവൻ, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു അല്ലാഹു അസ്സമദ് സർവാശ്രയനാണ് അല്ലെങ്കിൽ യജമാനനാണ്. അല്ലാഹു സമദ് അല്ലാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ അല്ലെങ്കിൽ യജമാനൻ ആകുന്നു. അസ്സമദ് സർവാശ്രയൻ അല്ലെങ്കിൽ യജമാനൻ. ലം യലിദ് വലം യൂലദ്. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല, വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടുമില്ല.
ലം യലിദ് വലം യൂലദ്, അവന് സന്താനം ജനിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിപ്പിക്കപ്പെട്ടുമില്ല. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, വലം യക്കുൻ ഇല്ലതാനും ആയിട്ടില്ലതാനും ലഹു അവന് കുഫുവൻ ഈക്വലായി തുല്യനായിട്ട് അഹദുൻ ഒരാളും, വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായിട്ട് ഒരാളും തന്നെ ഇല്ല. ഇന്ന് ഈ സെഷനിൽ നമുക്ക് പഠിക്കേണ്ട സൂറത്ത് ഫലക്കാണ്. ഫലക്ക് എന്ന പദത്തിനർത്ഥം പുലരി. സൂറത്ത് ഫലക്ക് ഖുർആനിലെ 113 അധ്യായമാണിത്. സൂറത്ത് ഫലക്കിനെയും സൂറത്ത് നാസിനെയും ചേർത്ത് അൽ മുവ്വദത്താനി എന്ന് പറയുന്നു. അതായത് ശരണം അല്ലെങ്കിൽ രക്ഷ തേടുന്ന 2 സൂറത്തുകൾ എന്ന അർത്ഥത്തിൽ വിവിധ തരത്തിൽ ഉണ്ടാകുന്ന ഭൗതികവും ആത്മീയവുമായ എല്ലാ കെടുതികളിൽ നിന്നും അവയുടെ കാരണങ്ങളിൽ നിന്നും അള്ളാഹുവിൽ ശരണം പ്രാപിക്കാനും അവനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതാണ് ഈ 2 സൂറത്തുകളും. ഈ സൂറത്തുകൾ അള്ളാഹു നൽകിയതിൽ ഏറ്റവും നല്ല പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ദുആയും കൂടിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ, സൂറത്ത് ഫലക്കും സൂറത്ത് നാസും സൂറത്ത് ഇഖ്ലാസിനോടൊപ്പം നിർബന്ധ നമസ്കാരമായ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓതാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഗ്‌രിബിനും ഫജറിനും അല്ലെങ്കിൽ സുബഹിക്കും മഗ്‌രിബിന് ശേഷം 3 പ്രാവശ്യം ഈ സൂറത്തുകൾ ഓതാറുണ്ടായിരുന്നതായിട്ട് ഹദീസുകൾ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിൻ്റെ പരിഭാഷ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയുക, പുലരിയുടെ അല്ലെങ്കിൽ പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്നും, ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും, കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ നീ പറയുക, ഔദു ഞാൻ ശരണം തേടുന്നു, ബി കൊണ്ട്, ഇൽ, ബി റബ്ബ് രക്ഷിതാവിൽ രക്ഷിതാവിനോട്, അൽ ഫലഖ് പുലരിയുടെ. ഫലക്ക് എന്ന പദത്തിനർത്ഥം ഭാഷാപരമായിട്ട് ഫലക്ക് പിളർത്തുക അല്ലെങ്കിൽ പിളർത്തൽ എന്നുള്ളതാണ്. അത് രാത്രിയുടെ ഇരുട്ടിനെ പിളർത്തി അതിൽ നിന്ന് പ്രഭാതത്തിൻ്റെ പുലരി വെളിപ്പെടുന്നു എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് അൽ ഫലക്ക് പുലരി എന്ന അർത്ഥം നമ്മളോട് ഉപയോഗിക്കും. കുൽ നീ പറയുക, ഔദു ഞാൻ ശരണം തേടുന്നു, ബി റബ്ബ് രക്ഷിതാവിനോട്, അൽ ഫലക്ക് പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ഷർരി മാ ഖലഖ്, മിൻ ഇൽ നിന്ന്, ഷർറ് പറഞ്ഞാൽ കെടുതി, ആപത്ത്, മാ ഖലഖ് മാ യാതൊന്നാണോ, ഖലഖ അവൻ സൃഷ്ടിച്ചു. മിൻ ഷർരി മാ ഖലഖ് കെടുതിയിൽ നിന്ന്, മാ ഖലഖ് യാതൊന്നാണ് അവൻ സൃഷ്ടിച്ചത്. മാ ഖലഖ യാതൊന്നാണോ അവൻ സൃഷ്ടിച്ചത്, മിൻ ഷർരി അതായത് അള്ളാഹു സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും, അല്ലാതെ അള്ളാഹു കെടുതി സൃഷ്ടിച്ചിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മിൻ ഷർരി മാ ഖലഖ അള്ളാഹു സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും നമ്മൾ അള്ളാഹു ശരണം തേടുന്നു എന്നാണ്. ഉദാഹരണത്തിന്, മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ വായു, വെള്ളം, ഭക്ഷണം, തീ ആദിയായവ കൊണ്ടുപോലും മനുഷ്യൻ ചിലപ്പോൾ ആപത്ത് ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ അവയുടെ കെടുതിയിൽ നിന്നും ഔദു ബിറബ്ബിൽ ഫലഖ് പുലരിയുടെ രക്ഷിതാവിൽ ഞാൻ ശരണം തേടുന്നു എന്ന് അർത്ഥം. ഒമിൻ ഷർരി ഗാസിക്കിൻ ഇദാ വഖബ്, ഒമിൻ ഇൽ നിന്നും, ഷർരി കെടുതി, ഗാസിക്കിൻ ഗാസിക്ക് പറഞ്ഞ ഗാസിക്ക് ഇരുട്ടിയ രാത്രി, ഇദാ വഖബ ഇതാ അപ്പോൾ, വഖബ പറഞ്ഞാൽ വ്യാപിക്കുക അല്ലെങ്കിൽ മൂടി വരിക. ഗാസിക്കിൻ ഇദാ വഖബ് രാത്രി വ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ മൂടി വരുമ്പോൾ, രാത്രി തീവ്രമാകുമ്പോൾ, ആ രാത്രിയിൽ കൂരിരുട്ടിൽ ഉണ്ടാകുന്ന കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നർത്ഥം.
ഒമിൻ ഷർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്. ഉഖദ് എന്നാണ് ഏകവചനം, കെട്ട്. ആ ഖദ്, ഉഖദ് പറഞ്ഞ കെട്ടുകൾ. അൻ നഫാസാത്ത്, നഫസ് എന്ന് പറഞ്ഞാൽ ഊതുക, തുപ്പിക്കൊണ്ട് ഊതുക. നഫാസാത്ത് ഊത്തുകാർ. ആ നഫാസാത്ത് ഊത്തുകാരുടെ അവിടെ കെട്ടുകളിൽ ഊതുന്നു. നമുക്കറിയാം ഇതാരാ ഊതാറുള്ളത്? ജാലക്കാർ, മന്ത്രജാലക്കാർ, സിഹറിൻ്റെ പണി ചെയ്യുന്നവർ. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ സിഹർ എന്ന് പറയുന്നത് വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് കഴിയില്ല, സാധ്യമല്ല. എങ്കിലും മനുഷ്യൻ്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹർ കാരണമാകും എന്ന് ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യപിശാചുകളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, കൺകെട്ട്, ചെപ്പടി വിദ്യ എന്നിവ ശിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരം സിഹറുകൾ ചെയ്യുന്ന അന്നഫാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു? കെട്ടുണ്ടാക്കുന്നു. ആ കെട്ടുകളിൽ പലതും ഉച്ചരിച്ചുകൊണ്ട് അവർ ഊതുന്നു. ആ ഊതുമ്പോൾ തുപ്പൽ വരുന്ന രീതിയിലുള്ള ഊത്താണ് അത് അന്നഫാത്താത്ത്. അങ്ങനെയുള്ള ഊത്തുകാർ അന്നഫാത്താത്ത് എന്ന പദത്തിന് അർത്ഥം. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന മിൻ ഷർരി, ആ കെടുതിയിൽ നിന്നും, അന്നഫാത്താത്ത് ഊത്തുകാരുടെ ഫിൽ ഉഖദ് കെട്ടുകളിൽ ഇങ്ങനെ ഊതുന്ന അവരുടെ കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒമിൻ ഷർരി കെടുതിയിൽ നിന്നും. ഹസദ എന്ന് പറഞ്ഞാൽ അസൂയ പറഞ്ഞു. ഹാസിദ് ഫായിലാണ്, അസൂയക്കാരൻ. എന്താണ് അസൂയ? മറ്റുള്ളവർക്ക് വല്ല നന്മയും കൈവരുന്നതിലുള്ള അതൃപ്തിയാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അസൂയക്കാരൻ ഇദാ ഹസദ, അസൂയപ്പെടുമ്പോൾ ആ അസൂയയിൽ നിന്നും നമ്മൾ അള്ളാഹുവിൽ ശരണം തേടുന്നു. ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒമിൻ ഷർരി കെടുതിയിൽ നിന്നും, ഹാസിദിൻ അസൂയക്കാരൻ്റെ, ഇദാ ഹസദ അവൻ അസൂയ വയ്ക്കുമ്പോൾ, ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന അസൂയയിൽ നിന്നും ഞാൻ അഊദു ശരണം തേടുന്നു, ഞാൻ ശരണം തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. 3 പ്രത്യേക കാരണങ്ങളാണ് ഈ സൂറത്തിൽ വിവരിക്കുന്നത്. ഗാസിഖ് ഇരുട്ട്, 2 അന്നഫാസാത്ത്, നഫാസാത്ത് ഊത്തുകാരുടെ ഊത്ത്, ഉഖദ് അല്ലെ കെട്ടുകളിലെ ഊത്ത്, 3 ഹാസിദ് അസൂയക്കാരൻ്റെ അസൂയ. ഈ 3 കാരണങ്ങളിൽ ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? സാധാരണ രാത്രി കാലത്താണ്. ഇതിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഉറക്കത്തിലായിരിക്കും. ആ സമയത്താണ് ഇത്രയും കെടുതികൾ ഉണ്ടാകുന്നത്. നേരിട്ടല്ല സംഭവിക്കുന്നത്, നമ്മൾ അറിയാതെ നമ്മളിൽ ഈ രാത്രി ഇരുട്ടാവുമ്പോൾ കഴിയുന്ന ഈ കെടുതികൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, നേരിട്ടല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നമ്മൾ പൂർണ്ണമായിട്ടും തവക്കുലാക്കണം, ശരണം തേടണമെന്നാണ് ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ നീ പറയുക, അഊദു ഞാൻ ശരണം തേടുന്നു, ബിറബ്ബിൽ രക്ഷിതാവിനോട്, അല്ലെങ്കിൽ രക്ഷിതാവിൽ, അൽ ഫലഖ് പുലരിയുടെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പറയുക, പുലരിയുടെ അല്ലെങ്കിൽ പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് അല്ലെങ്കിൽ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്. മിൻ ശർരി തിന്മയിൽ നിന്നും, കെടുതിയിൽ നിന്നും, മാ യാതൊന്ന്, ഖലഖ അവൻ സൃഷ്ടിച്ചു, ഖലഖ ഖലഖു, ഖലഖത ഖലഖ്തും, ഖലഖതു ഖലഖന, യഖ്ലുഖു യഖ്ലുഖൂൻ, തഖ്ലുഖു തഖ്ലുഖൂൻ, അഖ്ലുഖു നഖ്ലുഖു, യഖ്ലഖ് യഖ്ലുഖു, ലാ തഖ്ലുഖ് ലാ തഖ്ലുഖു, ഖാലിഖ് മഖ്ലൂഖ് ഖൽഖ്. ഖലഖ അവൻ സൃഷ്ടിച്ചു. മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്നും. ഒമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഒമിൻ ഇൽ നിന്നും, ശർരി കെടുതി അല്ലെങ്കിൽ തിന്മ, ഗാസിഖിൻ ഇരുട്ടിയ രാത്രിയുടെ, ഇദാ വഖബ് അത് മൂടി വരുമ്പോൾ,
ഒമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും ഒമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഒമിൻ ശർരി കെടുതിയിൽ നിന്നും അല്ലെങ്കിൽ തിന്മയിൽ നിന്നും, അന്നഫാസാത്ത് ഊത്തുകാരികളുടെ, ഫിൽ ഉഖദ് കെട്ടുകളിൽ, ഒമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും, ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഒമിൻ ശർരി കെടുതിയിൽ നിന്നും, ഹാസിദിൻ അസൂയ വയ്ക്കുന്നവൻ അല്ലെങ്കിൽ അസൂയക്കാരൻ, ഇദാ ഹസദ് അവൻ അസൂയ വയ്ക്കുമ്പോൾ, ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. ഖബറിലെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ, മൻ റബ്ബുക്ക, മൻ ആര്, റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ്, മാ ദീനുക്ക, മാ എന്ത്, ദീന് ദീനുക്ക നിൻ്റെ മതം, മാ ദീനുക്ക നിൻ്റെ മതം എന്താണ്. മൻ എന്നതിന് അർത്ഥം 2 അർത്ഥങ്ങളുണ്ട്. മൻ നീ ആര്, അല്ലെങ്കിൽ മൻ മധ്യത്തിൽ വരുമ്പോൾ, വാചകത്തെ മധ്യത്തിൽ വരുമ്പോൾ ആരാണോ അവൻ എന്ന 2 അർത്ഥത്തിൽ മൻ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് മൻ റബ്ബുക്ക നിൻ്റെ റബ്ബാര്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു നമ്മൾ അമുഖമായിട്ട് കേട്ട ഹദീസാണ്. ഖൈറുക്കും നിങ്ങളിൽ ശ്രേഷ്ഠർ, മൻ ആരാണോ, തഅല്ലമൽ ഖുർആൻ ഖുർആൻ പഠിക്കുന്നത്, വഅല്ലമഹു അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മൻ ആരാണോ എന്നാണ് രണ്ടാമത് മൻ്റെ അർത്ഥം ഇവിടെ. അതുപോലെ അറബികളുടെ 2 വജ്രായുധങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്ന അറബികൾ. ഫി ഉണ്ട്, അതിലുണ്ടെന്ന് അർത്ഥം, അല്ലെങ്കിൽ മാഫി ഇല്ല, ഫി മാഫി സാധാരണ ഒരു എന്ത് സംസാരത്തിൽ ഫി ഓക്കെ ഉണ്ട്, യെസ്, മാഫി ഇല്ല അറിയില്ല എന്നുള്ള 2 വാക്കുകൾ. അതുപോലെ തന്നെ മായ്ക്ക് 3 അർത്ഥങ്ങളുണ്ട്. ഇല്ല അല്ലെങ്കിൽ അല്ല, നിശ്ചയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, എന്തെന്നർത്ഥം, പിന്നെ എന്താണോ അത്. ഉദാഹരണം നമുക്ക് നോക്കാം. മാ ദീനുക്ക നിൻ്റെ ദീൻ എന്താണ്, എന്തെന്നുള്ള അർത്ഥം. മിൻ ശർരി മാ ഖലക, മിൻ ശർരി കെടുതിയിൽ നിന്ന്, മാ ഖലക എന്താണോ സൃഷ്ടിച്ചത്, യാതൊന്നാണോ സൃഷ്ടിച്ചത്, അവിടെ യാതൊന്ന്. മാ നിഷേധമായിട്ട് വരുന്നത് മാഫി മാലൂം, മാലൂം അറിയും, മാഫി മാലൂം അറിയില്ല നിഷേധമായിട്ട്. അപ്പോൾ 3 തരത്തിൽ മായുടെ അർത്ഥങ്ങൾ വരാറുണ്ട്. ഇന്നത്തെ പഠനക്കുറിപ്പുകൾ, ജീവിതത്തിലെ വിജയോപാധികൾ ആധുനിക ഗുരുപണ്ഡിതന്മാർ വിശദീകരിച്ച പ്രകാരം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കോഴ്സിനോടുള്ള നമ്മളുടെ സമീപനം, ഒന്നാമത് പഠനത്തോടുള്ള സമീപനമാണ്. 2 ആ പഠനത്തിലുള്ള ആത്മവിശ്വാസം. 3 ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ക്രിയാത്മകമായ ചിന്ത. പഠനത്തിലുള്ള നിശ്ചയദാർഢ്യമാണ് അടുത്ത വിഷയം. ഗാഢമായ ചിന്ത, ഉന്നത ധാർമ്മിക മൂല്യം, ഉത്തമ സാമൂഹ്യ ബന്ധം. ഖുർആൻ അല്ലാത്ത ഒരു ഗ്രന്ഥത്തിനോ അധ്യാപകനോ ഈ മേൽ സൂചിപ്പിച്ച മൂല്യങ്ങൾ ഇത്ര ശക്തമായ നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. സമീപനം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ക്രിയാത്മക ചിന്ത, നിശ്ചയദാർഢ്യം, ഗാഢമായ ചിന്ത, ഉന്നത ധാർമ്മിക മൂല്യം, ഉത്തമ സാമൂഹ്യ ബന്ധം. അൽ ഖുർആൻ വ്യക്തിത്വ വികസനത്തിൻ്റെ ഗ്രന്ഥവും കൂടിയാണ്. അത് നിങ്ങൾക്ക് നൽകുന്നത് ഈ ലോകത്ത് ഉത്കൃഷ്ട വിജയത്തിനുള്ള ഉത്തമ ഉപാധികൾ നൽകുന്നു. 2 ആത്മാവിനും ഹൃദയത്തിനും ശാന്തി അല്ലെങ്കിൽ സമാധാനം നൽകുന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയാണത്. 3 പരലോക വിജയം അഥവാ ശാശ്വതമായ യഥാർത്ഥമായ വിജയവും ഈ ഖുർആൻ പഠനം നമുക്ക് നൽകുന്നു. ഇതത്രേ ഖുർആൻ നൽകുന്ന യഥാർത്ഥ ബർക്കത്ത്. അതെ, അള്ളാഹു നമുക്ക് നൽകിയ മാർഗദർശനം. അതിനുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ബർക്കത്തിന് വേണ്ടി എന്ന പരിമിതമായ കാഴ്ചപ്പാടിലൂടെയാണ് എന്ന് കാണാതിരിക്കുക. വിജയത്തിൻ്റെ അല്ലെങ്കിൽ സമ്പൂർണ്ണ ബർക്കത്തിൻ്റെ ഗ്രന്ഥമായി പരിഗണിക്കുകയും സമർപ്പണത്തോടും പൂർണ്ണ ശ്രദ്ധയോടും കൂടി അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കുകയും ചെയ്യുക. അപ്പോഴാണ് യഥാർത്ഥ ബർക്കത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.